നൂറുകണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു തടാകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു തടാകത്തിൻ്റെ ഫോട്ടോ എങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു തടാകം ലോകത്തുണ്ട്. മറ്റെവിടെയുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഉത്തരാഖണ്ഡിൽ 5000 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരെയായിട്ടാണ് ഈ തടാകം ഉള്ളത്. ദ ലേക്ക് ഓഫ് സ്കൾട്ടൺസ് എന്നും അസ്ഥികൂടങ്ങളുടെ തടാകമെന്നും രൂപ് ഒക്കെയാണ് ഈ തടാകത്തെ അറിയപ്പെടുന്നത്. ഈ തടാകത്തിനുള്ളിൽ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളായി മാറിക്കഴിഞ്ഞ മനുഷ്യർ എവിടെ നിന്നാണ് വന്നതെന്നോ അവർ എങ്ങനെയാണ് മരിച്ചതെന്നോ എന്തിനാണ് മരിച്ചതെന്നോ ഒന്നും ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1941 ബ്രിട്ടീഷുകാരനായ ഒരു ഫോറസ്റ്റ് റേഞ്ചറാണ് ഈ തടാകം കണ്ടുപിടിച്ചതും അതിനുള്ളിലുള്ള ഈ അസ്ഥികൂടങ്ങളെയൊക്കെ കണ്ടുപിടിച്ചതും. പല പല കാരണങ്ങൾ ഈ അസ്ഥികൂടങ്ങളെ സംബന്ധിച്ച് പല പല കാലഘട്ടങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞു കേട്ട ഒരു കാരണമെന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ജപ്പാനികളായ ഒരു വലിയ സംഘം പട്ടാളക്കാർ ഈ തടാകത്തിന് അരികിലെത്തുകയും അവർ തണുപ്പ് കാരണം അവിടെ കിടന്ന് മരിച്ചു പോവുകയും ചെയ്തു എന്നാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ തെളിഞ്ഞത് ഈ തടാകത്തിൽ കിടക്കുന്ന അസ്ഥികൂടങ്ങൾക്ക് ഒരുപാട് പഴക്കമുണ്ട്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ മനുഷ്യരുടെ അസ്ഥികൂടങ്ങളാണ് എന്നാണ്. അടുത്തതായിട്ട് പറഞ്ഞു കേട്ടൊരു കാരണമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ ഭക്തി കൂടി ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ കൂട്ടം മനുഷ്യർ ഈ തടാകത്തിലേക്ക് ചാടി കൂട്ട ആത്മഹത്യ ചെയ്തതാകാം എന്നുമാണ്. എന്നാൽ ഈ തടാകത്തിനുള്ളിൽ ഒരു സ്ഥലത്തായിട്ടല്ല ഈ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നത്. ഈ തടാകം മുഴുവൻ പരന്നു കിടക്കുകയാണ് ഈ അസ്ഥികൂടങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കൂട്ട ആത്മഹത്യയുടെ സാധ്യതയും പലരും തള്ളിക്കളയുന്നുണ്ട്. ഈ സംശയങ്ങളും ഓരോ തരത്തിലുള്ള കഥകളുമൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ഇന്ത്യ തീരുമാനിക്കുകയും 2004 ഇന്ത്യയിലെയും ബ്രിട്ടനിലെയും ഒരു വലിയ സംഘം ശാസ്ത്രജ്ഞന്മാർ ഈ അസ്ഥികൂടങ്ങളുടെ പുറത്ത് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തുകയും അവർ ഈ അസ്ഥികൂടങ്ങൾ 850 AD അസ്ഥികൂടങ്ങളാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് മാത്രമല്ല, അസ്ഥികൂടങ്ങളിൽ പലതിൻ്റെയും തലയോട്ടിയുടെ പുറകിൽ പൊട്ടലുണ്ടായിരുന്നു. അത് കാരണം തലയോട്ടിക്ക് പുറകിലേറ്റ ശക്തമായ ക്ഷതം കാരണമാകാം ഈ മനുഷ്യരിൽ കൂടുതൽ ആൾക്കാരും മരണമടഞ്ഞത് എന്നൊരു നിഗമനത്തിൽ അവരെത്തിച്ചേരുകയും ചെയ്തു. അതിനോടൊപ്പം പറഞ്ഞു കേട്ട ഒരു കഥ, ഒരു കാരണമെന്ന് പറയുന്നത് ഈ പ്രദേശത്ത് അതിശക്തമായ മഞ്ഞ് കാറ്റ് അല്ലെങ്കിൽ ഐസ് കട്ടകളൊക്കെ പറന്നു വരുന്ന തരത്തിലുള്ള കാറ്റ് അടിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ മനുഷ്യരുടെ ദേഹത്ത് വന്ന് ഇടിക്കുകയും തലയോട്ടിയുടെ പുറകിലേക്ക് അടിക്കുകയും ചെയ്തിട്ട് ഇവിടെയുള്ള മനുഷ്യരൊക്കെ കൂട്ടത്തോടെ മരിച്ചു പോവുകയും ചെയ്തതാകാം എന്നും ഒരു കഥ ഇതിനോടനുബന്ധിച്ച് അന്ന് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഇവർ കുറേ കൂടെ കൂടുതൽ ഇതിനെ നിരീക്ഷിക്കുകയും പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തപ്പോൾ മനസ്സിലായത് ഈ മരിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാം ഒരേ ഗണത്തിൽ അല്ലെങ്കിൽ ഒരേ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരല്ല. ജനറ്റിക്കലി ഈ മനുഷ്യർക്ക് തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. 2 വിഭാഗങ്ങളിൽ ജനറ്റിക്കലി 2 തരങ്ങളിൽപ്പെട്ട മനുഷ്യരാണ് ഈ തടാകത്തിനുള്ളിൽ മരിച്ചു കിടക്കുന്നത് എന്ന് ഈ ശാസ്ത്രീയമായിട്ട് തെളിയിക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഈ മനുഷ്യരുടെ മരണങ്ങൾക്കിടയിൽ 1000 വർഷങ്ങളുടെ ഇടവേള ഉണ്ട് എന്നൊരു കണ്ടുപിടുത്തം കൂടെ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. ഈ നിഗമനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചുഴലിക്കാറ്റോ മഞ്ഞുകാറ്റോ ഒന്നും അടിച്ചിട്ടല്ല ഈ മനുഷ്യർ മരിച്ചതെന്നും ഇവർ 2 വ്യത്യസ്തമായ കാലങ്ങളിൽ മരിച്ചുപോയ മനുഷ്യരാണ് എന്നുള്ള നിഗമനത്തിനാണ് കൂടുതൽ ശക്തിയുള്ളത്. ഇതുകൂടാതെ ഈ മനുഷ്യരൊക്കെ മരിച്ചത് യുദ്ധങ്ങളിലോ രോഗങ്ങൾ വന്നോ ഒന്നും ആകാനുള്ള സാധ്യതയും അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. യുദ്ധങ്ങൾ നടന്നതിൻ്റെയോ ആയുധങ്ങളുടെ തെളിവുകളോ ഒന്നും അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും മഹാമാരിയോ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളോ പിടിപെട്ട് മരിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും ഇന്നും ഈ മനുഷ്യരുടെ മരണങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യം അജ്ഞാതമായിട്ട് തന്നെ തുടരുകയാണ്. അസ്ഥികളുടെ തടാകത്തിലെ മനുഷ്യർ എങ്ങനെയാണ് മരിച്ചത് എന്ന് എന്നെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഭാരതത്തിലുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ കാത്തിരിക്കുന്നത്.